തൊട്ടതുപോലെ അയത്തുള്ള ഖമേനി അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം കൊണ്ടുവന്ന പഴയ ഇസ്ലാമിക ആചാരങ്ങൾ കുറേ മടക്കി കൊണ്ടുവന്നു. അതിൽ ജനത്തിന് അംഗീകരിക്കാൻ പറ്റാത്തത്, ഏറ്റവും കൂടുതൽ അംഗീകരിക്കാൻ പറ്റാത്തത് എന്തായിരുന്നു? അല്ല, സ്വാഭാവികമാണല്ലോ. സ്ത്രീകളോട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയായിരിക്കും ഇത്തരം പണ്ഡിത സമൂഹം മുന്നോട്ട് വെക്കുന്നത്. കാരണം പുരുഷ കേന്ദ്രീകൃതമായ ഒരു മതം, പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹം, ആ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ എപ്പോഴും പുരുഷനോട് ബന്ധപ്പെട്ട് വരുന്ന അജണ്ട നടപ്പാക്കുക, അവരോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ പുൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കാഴ്ചപ്പാടാണ്. അതിനോട് ഏറ്റവും ബന്ധപ്പെട്ട് വരുന്നതാണ് ഒരു വിവാഹത്തോട് ബന്ധപ്പെട്ട് വരുന്നൊരു കാഴ്ചപ്പാടാണ്. ആ വിവാഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചു. കാരണം 18-ൽ നിന്നും അതിൻ്റെ പ്രായം കുറയ്ക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 9 വയസ്സുള്ള പെൺകുട്ടിക്ക് വിവാഹം ചെയ്യാം, വേണ്ടി വന്നാൽ 7 വയസ്സുള്ള പെൺകുട്ടിക്കും വിവാഹം ചെയ്യാമെന്നൊരു നിയമമാണ് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ മുത്താ മാരേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, മുത്താ മാരേജ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം അങ്ങനെ ഒരു വിവാഹ രീതി നിലനിൽക്കുന്നു, ഇസ്ലാമിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, അതായത് താൽക്കാലത്തേക്കുണ്ടാകുന്നൊരു വിവാഹമാണ്. അതായത് എല്ലാ കാലത്തേക്കും നീണ്ടുപോകുന്നൊരു വിവാഹമല്ല. അതായത് ഒരു ദിവസം മുതൽ 99 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന, ഒരു ദിവസം വേണമെങ്കിൽ ഒരു ദിവസത്തേക്കാകാം, ഒരു മാസത്തേക്കാകാം. അതായത് പുരുഷൻ്റെ ലൈംഗിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു താൽക്കാലിക മാരേജാണ് മുത്ത മാരേജ് എന്ന് പറയുന്നത്. അത് ഇസ്ലാം മതത്തിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആയത്തുള്ള റൂഹുല്ല ഖമേനി അധികാരത്തിലേക്ക് വന്നപ്പോൾ 1979 വിപ്ലവത്തിന് ശേഷം അധികാരത്തിലേക്ക് വന്നപ്പോൾ ഈ മുത്ത മാരേജ് പുനഃസ്ഥാപിക്കുന്നുണ്ട്. അതായത് യാത്ര ചെയ്യുന്ന പുരുഷന്മാർക്കും അതോടൊപ്പം തന്നെ സ്ത്രീകളില്ലാത്ത അവസ്ഥയിൽ അവരുടെ ലൈംഗികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ താൽക്കാലിക വിവാഹങ്ങൾ അഭികാമ്യമാണെന്നുള്ളതും ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും നല്ല മനോഹരമായ, അങ്ങനെ പറയുന്നത് മനോഹരമായ ഒരു സംഭാവനയായിട്ടാണ് റൂഹുല്ല ഖമേനി ഈ പറയുന്ന വിവാഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഒരു പുരുഷനെ മാത്രമേ ഈ വിവാഹത്തോട് ബന്ധപ്പെടുത്തി വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഒരു ഇണയെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് അങ്ങനെയല്ല. പുരുഷനെ സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായിട്ട് ഈ മുത്ത മാരേജിൽ ബന്ധപ്പെടാം. ഒരേ സമയം 4 ഭാര്യമാരാകാം. അതോടൊപ്പം തന്നെ എത്ര പെൺകുട്ടികളുമായിട്ട് വേണമെങ്കിൽ താൽക്കാലിക വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാനുള്ളൊരു സാഹചര്യമാണ് മുത്ത മാരേജിലൂടെ നിലവിൽ വരുന്നത്. ഇത്തരം ഈ പറഞ്ഞ പോലത്തെ താൽക്കാലികമായി കല്യാണ സെറ്റപ്പ് ഉണ്ട്, അത് ഈ ഖമനൈകൾ ഉണ്ടെന്നാണോ, അല്ലെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ ഉള്ളതാണോ? അല്ല, ഇത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗമായിരുന്നു. കാരണം അറേബ്യൻ സമൂഹത്തിൽ നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്, മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിട്ടുണ്ട്. അത് മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ യഥേഷ്ടം നിലനിന്നിട്ട് കാണാൻ പറ്റും. കാരണം അബൂബക്കറിൻ്റെ ഒരു മോളെ പറ്റി നമുക്ക് പറയാം, അസ്മ എന്ന് പറയുന്നത്. അബൂബക്കറിൻ്റെ ഒരു മോളാണ് ഐഷ, ഐഷയാണ് പ്രവാചകം കിട്ടിയിരിക്കുന്നത്. അബൂബക്കറിൻ്റെ മറ്റൊരു മോളാണ് അസ്മ എന്ന് പറയുന്നത്. ഈ അസ്മ എന്ന് പറയുന്ന പെൺകുട്ടി ഇതുപോലെ തന്നെ മുത്ത മാരേജിന് ബന്ധപ്പെട്ട് നിലനിന്നിട്ടുണ്ടിരുന്നു. അല്ലെങ്കിൽ മുത്ത മാരേജിൻ്റെ ഭാഗമായിട്ടും വേറൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുത്തു, താൽക്കാലിക വിവാഹത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം മുവാവിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഉമയ്യഡ്സ് ഭരണാധികാരിയാണ്. അതുപോലെ തന്നെ പ്രവാചകനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു. അതായത് ഒരു കാലഘട്ടത്തിൽ പ്രവാചകനെ എതിർത്ത അബൂ സുഫിയാൻ്റെ പുത്രനായിട്ടുള്ള മുവാവിയ, ഇദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് പ്രവാചക വിവാഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുവാവിയോട് ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ അദ്ദേഹം ഇതുപോലെ തന്നെ മുത്ത മാരേജിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറബികളുടെ ഇടയിൽ ഇസ്ലാമിൻ്റെ കാലഘട്ടം, അതായത് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് നിലനിന്നിരുന്നു. കാരണം യുദ്ധത്തോട് ബന്ധപ്പെട്ട് ഓരോ പ്രദേശത്തേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ അടിമ സ്ത്രീകളായിട്ടും അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾ ലഭിക്കുമ്പോൾ ഈ സ്ത്രീകളെയെല്ലാം വിവാഹം ചെയ്യേണ്ടി വരുന്നൊരു പ്രവണത അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ മുത്ത മാരേജ് അതിന് ഉപകരിക്കുന്നുണ്ട്. കാരണം താൽക്കാലത്തെ വിവാഹം ചെയ്യുക, ആവശ്യങ്ങൾ കഴിയുമ്പോൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് മതപരമായ ഒരു അംഗീകാരമായിട്ട് വന്നപ്പോൾ ഈ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന പടയാളികൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തേരോട്ടത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് നിന്നിട്ടുള്ളവർ അതിനൊരു എന്താ പറയുക, ഒരു ഗുണകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് കൊണ്ടാടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് ഇതിനൊരു മാറ്റം വരുന്നു ഉമറിൻ്റെ കാലഘട്ടത്തിൽ. ഉമറിനെ അതിന് നിരോധിക്കുന്നുണ്ട്. അപ്പോൾ ഉമറിനെ അതിന് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്നൊരു കാഴ്ചപ്പാട് ശരിയല്ല എന്നൊരു കാഴ്ചപ്പാട് ഉമർ പുലർത്തുമ്പോഴാണ് ഉമറാണ് പറയുന്നത് ഇത് വേണ്ട എന്ന് പറയുന്നത്. അപ്പോഴും മറ്റ് പല വിശ്വാസികൾ, പ്രത്യേകിച്ച് ഷിയാക്കളെ പോലെയുള്ള ഈ പറയുന്ന ഇറാനോട് ബന്ധപ്പെട്ടവർ പറയുന്നത് പ്രവാചകൻ ഒരിക്കലും നിരോധിക്കാത്ത കാര്യങ്ങൾ ഖലീഫയായ ഉമർ നിരോധിച്ചെന്ന് വെച്ച് ഇസ്ലാം മതത്തിൽ ഇല്ലാതാകില്ല. അതുകൊണ്ട് ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടാണെന്നുള്ളതാണ് ഈ ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത്തരമൊരു കാര്യം നമ്മൾ ഔദിൽ, അതായത് ഇന്ത്യയിൽ പോലും നിലനിന്നിരുന്നു. ഇന്ത്യയിലെ ഭരണാധികാരിയായിട്ടുള്ള ഔദ് എന്ന് പറയുന്ന പ്രദേശ ഭരണാധികാരിയായിട്ടുള്ള അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയാണ്. ആ ഇസ്ലാം മത വിശ്വാസിക്ക് 4 ഭാര്യമാരുണ്ട്. അതുകൂടാതെ തന്നെ ഒത്തിരി പെൺകുട്ടികളുമായിട്ട് അദ്ദേഹം ലൈംഗിക ബന്ധം പുലർത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ മുത്ത മാരേജ് അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ട്.
മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അറബി കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ മുത്തമര എന്ന് പറഞ്ഞ സുന്നികളുടെ ഇടയിൽ ഇല്ല എന്ന് പറയുമ്പോഴും അറബി കല്യാണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അത്തരം ഒരു ആചാരം കേരളത്തിൽ പോലും നിലനിന്നൊരു കാലഘട്ടം വിദൂരമല്ല. അപ്പോൾ അറബി കല്യാണം പോലും ഈ പറയുന്ന താൽക്കാലിക കല്യാണമാണ്. അറബിയുടെ അല്ലെങ്കിൽ കച്ചവടത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന സമ്പന്നനായ അറബിയുടെ ലൈംഗിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കേരള തീരത്തുള്ള സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന താൽക്കാലിക കല്യാണം പോലും ഈ പറഞ്ഞ മുത്താ മാരേജിന്റെ മറ്റൊരു പകർപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, ആ ആശയത്തിൽ സ്ത്രീയുടെ വെർജിനിറ്റി അഭികാമ്യമാണെന്ന് പറയുന്ന സമയത്ത് തന്നെ വിവാഹത്തിന് മുമ്പ് തന്നെ ഇത്തരം താൽക്കാലിക കല്യാണങ്ങളിലൂടെ അവരുടെ ലൈംഗികമായിട്ടുണ്ടാകുന്ന ആവശ്യങ്ങളെ പൂർത്തീകരിക്കാമെന്നൊരു കാഴ്ചപ്പാടാണ് ആയത്തുള്ള റൂഹുല്ല ഖുമൈനി അധികാരമേറ്റ ഉടനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു നിയമമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് സമ്മാനമായി കൊടുത്തത്.